നമ്മുടെ അഗ്നിശമന സുരക്ഷാ സേനയിൽ നിന്നുള്ള വിവിധ കാഴ്ചകൾ പലപ്പോഴും നമ്മൾ തത്സമയ റിപ്പോർട്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തത്സമയ റിപ്പോർട്ടർ തുടങ്ങുമ്പോൾ ആദ്യം അവരുടെ സന്തോഷകരമായ ഒരു നിമിഷത്തെക്കുറിച്ചാണ്. പലപ്പോഴും ഒരുപാട് അപകടകരമായ സാഹചര്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് അവരുടെ ഓഫീസിലേക്ക് തിരിച്ചു വരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളാണ്. അപ്പോൾ ഓഫീസിലേക്ക് എത്തുമ്പോൾ അവരുടെ ആ കഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ അവരനുഭവിച്ച മാനസിക സമ്മർദ്ദമൊക്കെ മറികടക്കാൻ കഴിയുന്ന, കണ്ണിനും മനസ്സിനുമൊക്കെ നല്ല നിറവുണ്ടാകുന്ന, സന്തോഷമുണ്ടാകുന്ന കാഴ്ചകൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഫയർ സ്റ്റേഷനെയാണ് ആദ്യം പരിചയപ്പെടുന്നത്. അത് കൽപ്പറ്റ. കൽപ്പറ്റ ഫയർ സ്റ്റേഷന് മുന്നിലൂടെ കടന്നുപോകുന്നു അറിയാതെ നോക്കി നിന്നു പോകും. ഒരു കെട്ടിടമാകെ മഞ്ഞ പുതച്ച പൂത്തുലഞ്ഞു നിൽക്കുന്നു. കണിക്കൊന്ന പൂക്കളോട് സാദൃശ്യമുള്ള കാറ്റ്സ് ക്ലോ പൂക്കളാണ് ഫയർ സ്റ്റേഷനിൽ പീതവസന്തം തീർത്തിരിക്കുന്നത്. വർഷം മുമ്പ് സ്റ്റേഷനിലെ ഫയർമാനായിരുന്ന SP പ്രശാന്ത് നട്ട വള്ളിച്ചെടിയാണ് പടർന്ന് പന്തലിച്ച പൂത്തുലഞ്ഞു നിൽക്കുന്നത്. വർഷത്തിൽ ഏകദേശം 3 പ്രാവശ്യത്തോളം ഇത് നല്ല രീതിയിലുള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട്. ബസ്സിൽ സഞ്ചരിക്കുന്നവരും നാട്ടുകാരും ഇതിലെ പോകുന്ന വിനോദസഞ്ചാരികളുമൊക്കെ എപ്പോഴും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും എല്ലാം അനുവാദം ചോദിച്ചു വരാറുണ്ട്. 40 മീറ്റർ നീളമുള്ള കെട്ടിടം പൂക്കൾ കൊണ്ട് മൂടിക്കഴിഞ്ഞു. വള്ളികൾ പടർന്നു നിൽക്കുന്നതിനാൽ കെട്ടിടത്തിൽ എല്ലാ സമയത്തും നല്ല തണുപ്പാണ്. വർഷത്തിൽ 3 തവണയെങ്കിലും പൂക്കൾ വിരിയാറുണ്ട്. പുതുമഴ പെയ്യുമ്പോഴാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകാറ്. അത് ഓരോ വർഷം ചെല്ലുന്തോറും അങ്ങോട്ടേക്ക് കൂടുതൽ പടർന്നു പിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ താഴോട്ടുള്ള വള്ളികൾ ഞങ്ങൾ വെട്ടിക്കളയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതെല്ലാം നല്ല രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പൂവിരിയുന്നതോടെ തേൻ നുകരാൻ പൂമ്പാറ്റകളും തേനീച്ചകളും എത്തും. മാതൃഭൂമി ന്യൂസ്, വയനാട്. നേരെ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ അത്രയൊന്നും പതിവില്ലാത്തൊരു കാഴ്ചയാണല്ലേ ഇങ്ങനെ മനോഹരമായിട്ട് ചെടിയെ സംരക്ഷിക്കുന്നത്. അപ്പോൾ കമൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. കമൽ, അവിടെ എത്തുന്നവർക്ക് ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആളുകൾ അനുവാദം ചോദിച്ച് വരാറുണ്ട്. അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു കുളിർമയാകും ഇതല്ലേ? വീടുകൾക്ക് മുകളിലൊക്കെ ഇത്തരത്തിൽ കാറ്റ്സ് ക്ലോ പൂത്തു നിൽക്കുന്ന വാർത്തകൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു സർക്കാർ ഓഫീസാണ്, അതും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ കെട്ടിടമാണ്. നമ്മൾ ആ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ചില സമയങ്ങളിലൊക്കെ അതിസമ്മർദ്ദത്തിൽ ജോലി ചെയ്യേണ്ട ആളുകളാണ് എല്ലാ ദുരന്തമുഖങ്ങളിലേക്കും ആദ്യം ഓടിയെത്തേണ്ടവർ. പ്രത്യേകിച്ച് ഈ കടുത്ത വേനൽക്കാലത്തൊക്കെ എല്ലാ ദിവസവും തീപിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഓരോ സ്ഥലത്തേക്കും ഓടേണ്ടവരാണ്. അവരെ സംബന്ധിച്ച് ഓഫീസിന് മുകളിലാണ് ഇത്തരത്തിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ആ പൂക്കളിലേക്ക് കുറച്ച് സമയം നോക്കി നിന്നാൽ എന്തായാലും മനസ്സിന് ഒരു സമാധാനം ലഭിക്കും. അപ്പോൾ അത്തരം ദുരന്തമുഖങ്ങളിൽ നിന്നൊക്കെ തിരിച്ചെത്തുമ്പോൾ എന്തായാലും അതൊരു നല്ല കാഴ്ചയാണ്. ഇതിനു മുൻപ് 15 വർഷം മുമ്പ് അവരുടെ തന്നെ സ്റ്റാഫായിരുന്ന പ്രശാന്ത് നട്ട വള്ളിയാണ് അങ്ങനെ പന്തലിച്ച് നിൽക്കുന്നത്. വർഷത്തിൽ 3 വർഷം ഇത്തരത്തിൽ പൂക്കാറുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ പൂക്കൾ നിറയെ തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ ആ പൂക്കൾക്ക് ചുറ്റും എത്തും. ദേശീയപാതയോരത്ത് തന്നെയാണ് ഈ ഇത്തരത്തിൽ പൂത്തു നിൽക്കുന്നത് ഫയർ സ്റ്റേഷൻ്റെ ഉള്ളിൽ. ആളുകളൊക്കെ ഈ കാഴ്ച കണ്ട് നോക്കി നിൽക്കുന്നുമുണ്ട്. അത്തരം ഒരു കാഴ്ചയാണ്. ഒരു കെട്ടിടം ആകെ മഞ്ഞ നിറമായി നിൽക്കുകയാണ്. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഈ മനോഹരമായ കാഴ്ച അവിടെ ഉണ്ടാകും. അവിടുത്തെ ജീവനക്കാർക്കും മനസ്സിന് സന്തോഷം. ശരി, കമൽ പറഞ്ഞ പോലെ ജീവനക്കാർക്കും സന്തോഷം. കൂടുതൽ ഉഷാറായി അവർക്ക് ജോലിക്ക് പോകാനും കൂടി അത് വഴി തെളിക്കട്ടെ.